നമസ്കാരം, ഞാൻ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്, അതായത് 5-6 വർഷമായി ലൈസൻസ് കയ്യിലുണ്ട്, വണ്ടി വീട്ടിലുമുണ്ട്, വണ്ടി ഓടിക്കത്തില്ല. കാരണം എന്താ? വണ്ടി ഓടിക്കാത്ത കാരണം പേടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വണ്ടി ഓടിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയൊക്കെ ഓടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു വണ്ടി ഓടിച്ചു തുടങ്ങാം, പേടി എങ്ങനെ മാറ്റി വരാം എന്നതിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ മുഖേന ഞാൻ അന്വേഷിക്കുന്നത്. അപ്പം ഈ പേടിയുള്ള ഒരാളിനെ ഞാൻ തുടക്കം മുതൽ പറഞ്ഞു കൊടുത്ത് ആ ഓരോ ക്ലാസ്സും ഞാൻ വീഡിയോ രീതിയിൽ ക്ലാസ് 1, 2, 3 ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ ഒരു വാഹനം ഓടിച്ച് പേടി കൂടാതെ ഓടിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത്, മറ്റുള്ളവരെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതെന്താ? സ്റ്റിയറിംഗ്. ഇതോ? ഗിയർ. ഇത് ആദ്യം കാണുന്നത് എന്താ? അതിൻ്റെ അപ്പുറത്തുള്ളത്? അതിൻ്റെ അപ്പുറത്തുള്ളത്? ഇതെന്താ? ഹാൻഡ് ബ്രേക്ക്. ഇതെന്തിനുള്ളതാ? ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലേ? ഈ ആദ്യം കാണുന്നത് എന്തിനുള്ളതാ? ഗിയർ ഇടാൻ വേണ്ടിട്ട്. അതിന്റെ അപ്പുറത്തെയോ? ബ്രേക്ക്, വണ്ടി നിർത്താൻ വേണ്ടിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തെ? ആക്സിലേറ്റർ, നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിട്ടുള്ളത്. ഓക്കെ, അതെല്ലാം നമുക്കറിയാം അല്ലേ? ഓക്കെ. സ്റ്റിയറിംഗ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി നിൽക്കുമോ? ഇല്ല. നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചാൽ ഗിയർ ഇടാൻ പറ്റുമോ? ഇല്ല. ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി തിരിയുമോ? ഇല്ല, തിരിയത്തില്ല. വണ്ടി തിരിയണമെന്ന് എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് പിടിക്കണം. ഓക്കെ. ആക്സിലേറ്റർ ചവിട്ടിയാൽ ഗിയർ മാറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെല്ലാം അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ക്ലച്ച് എന്തിനു വേണ്ടിയിട്ട്, ബ്രേക്ക് എന്തിനു വേണ്ടിയിട്ട്, ആക്സിലേറ്റർ എന്തിനു വേണ്ടിയിട്ട്, ഇതെല്ലാം നമുക്കറിയാം. അതെപ്പം, എങ്ങനെ, എവിടെ ചെയ്യണം, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് വന്നാൽ നമുക്ക് കറക്റ്റായിട്ടൊരു വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമുക്ക് അറിഞ്ഞുകൊണ്ടിരുന്നോണ്ടൊരു കാര്യമില്ല. അതെങ്ങനെ, എപ്പോൾ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ ചെയ്യണം, ഇതറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഒരു വാഹനത്തിലോട്ട് കയറി ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗെ പിടിച്ചു. ഈ സ്റ്റിയറിംഗെ പിടിച്ചതിന് ശേഷം സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സീറ്റിൽ നമുക്ക് എത്തത്തക്ക രീതിയിൽ ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഈ പലരും കണ്ടിട്ടുണ്ട്, ഈ ബ്രേക്കിൽ കാല് വെക്കുക, അതെന്ത് ചെയ്യും? സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? വണ്ടി ഓടിക്കാൻ സമയത്ത് നമുക്ക് എത്തണമെന്നില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് സ്റ്റിയറിംഗിൽ പിടിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി ന്യൂട്രാണോ നോക്കി ശ്രദ്ധിച്ചിരിക്കണം. കാരണം ശ്രദ്ധയാണ് മെയിനായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ വേണ്ടത്. അപ്പോൾ ശ്രദ്ധയില്ലെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയർ ന്യൂട്രാണോ നോക്കണം. ഈ ന്യൂട്രാണോ നോക്കുന്ന പലരും എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കും. എവിടെ കിടന്നാലും നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ ഒരു ആട്ടം ഉണ്ടാകും. ന്യൂട്രിൽ കിടന്നാലും ഗിയർ കിടന്നാലും ഒരു ആട്ടമാണ്. അങ്ങനെയല്ല, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടി നേരെ മേപ്പോട്ടും അതുപോലെ തന്നെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കൊണ്ടുവരിക. ഇങ്ങേയറ്റത്തും കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് സെൻറ്ററിലൊരു ഇത്, ഈ സെൻറ്റർ വരുന്നത് അതാണ് ന്യൂട്രൽ. എവിടെ പോയ ഗിയർ ആണെങ്കിലും എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് വന്ന് കിടക്കും. മനസ്സിലായി പറയുന്നത്? അപ്പം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഇങ്ങനെ നോക്കരുത്. ഇങ്ങനെ മേപ്പോട്ടും അതുപോലെ തന്നെ താപ്പോട്ടും നോക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരുന്നത് അതാണ് ന്യൂട്രൽ. ആ ന്യൂട്രൽ ആയതിനു ശേഷം എന്ത് ചെയ്യണം? ക്ലച്ച് എന്ന് കാല് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? താക്കോലിട്ടു. ഒരു തിരിക്കേക്ക് സ്റ്റാർട്ടാകത്തില്ല, 2 തിരിക്കേക്ക് സ്റ്റാർട്ടാകത്തില്ല, 3ാമത്തെ തിരിക്കേക്ക് സ്റ്റാർട്ടാകത്തുള്ളൂ. അപ്പോൾ ഒന്ന് തിരിച്ചു. ഈ 2ാമത് തിരിച്ചു കഴിയുമ്പോഴത്തേന് ആ മീറ്ററിനകത്ത് കുറേ ലൈറ്റുകൾ കാണും. പഴയ വണ്ടി ആകുമ്പോൾ കുറച്ച് ലൈറ്റുകളെ കാണത്തുള്ളൂ. അപ്പം അതിനകത്തൊരു സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് നിന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പം പുതിയ വണ്ടി അനുസരിച്ച് കുറേ ലൈറ്റുകൾ കാണും. അതായത് കുറച്ച് ലൈറ്റുകൾ, പകുതി ലൈറ്റുകളും കെടും. ആ കെട്ടതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഇരിപ്പിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ 2 സൈഡിലെ മിററുകൾ, അതായത് റൈറ്റ് സൈഡിലെയും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ മിററുകൾ നമ്മൾ ആ ഇരിക്കുന്ന സീറ്റിന് അനുകൂലമായിട്ട് നമ്മൾ കറക്റ്റാക്കി വെക്കുക. ഈ കറക്റ്റാക്കി വെച്ചതിന് ശേഷം, കാരണം നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിന് തന്നെ കൊണ്ടുപോകണം. സാധാരണ വണ്ടിയിലൊക്കെ
ഈ ഒരു രീതിയിലായിരിക്കും. ചില വണ്ടിയിലൊക്കെ നമുക്ക് അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ കാണും. ആ ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഇരിപ്പിനനുസരിച്ച് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മിററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും സീറ്റിൽ പോയി ഇരുന്നതിന് ശേഷം അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ആ കറക്റ്റ് ആണെന്ന് നോക്കി, അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും സീറ്റിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് ഇത് കറക്റ്റ് ആക്കരുത്. കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓടിക്കുമ്പം സീറ്റ് ചാരി ഇരുന്നാണ് ഓടിക്കുന്നത്. ആ ചാരി ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഗ്ലാസ് വേറെ രീതിയിലായിപ്പോവും. അത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്ലാസിൻ്റെ കാൽഭാഗം അതായത് അതാണ്ട് ഈ ഒരു രീതി കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. അല്ലാതാണ് ഇങ്ങനെ ഒരു കാരണവശാലും ഇതാണ്ട് ഇങ്ങനെ വെക്കരുത്. കാരണം നമുക്ക് ബാക്കിലെ വ്യൂ കറക്റ്റായിട്ട് കിട്ടണം. കാരണം നമ്മൾ ചേർന്ന് വരുന്ന ഒരു വണ്ടി മാത്രമേ കാണത്തുള്ളൂ. കാരണം ഇത്രയും ചേർന്ന ഒരു വണ്ടിയും ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന വണ്ടി ഇത്രയും ചേർന്ന് എന്തായാലും വരാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ബാക്കിലൂടെ വരുന്ന വണ്ടി കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെക്കണം. കാരണം കാൽഭാഗം, അതായത് മിററിന്റെ കാൽഭാഗം നമുക്ക് ബോഡി കാണത്തക്ക പോലെയും അതുപോലെ തന്നെ ബാക്ക് സൈഡ് കാണുന്ന റിവ്യൂ കാണുന്ന മുക്കാൽ ഭാഗം ഈ ഒരു രീതിയിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഈ ബോഡിയുടെ സെൻട്രൽ, അതായത് ഈ ഗ്ലാസിന്റെ പകുതിയും അതുപോലെ തന്നെ ബോഡിയുടെ പകുതിയും ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഈ ഒരു രീതിയിൽ, അതായത് പപ്പാതി രീതിയിൽ വെക്കണം. ഈ ഒരു പപ്പാതി കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്കൊരു ബാക്കിലെ വ്യൂ കിട്ടുള്ളൂ. ഈ ഒരു രണ്ട് സൈഡിലും മിററുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓടിക്കാനല്ല നമ്മൾ പഠിക്കുന്നത്. ഒരു വണ്ടി എങ്ങനെ കറക്റ്റായിട്ട് എടുക്കാം, ഈ എടുക്കാൻ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യത്തെ. അപ്പം നമ്മൾ അക്ഷരമാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പം നമ്മൾ അക്ഷരം പഠിക്കുന്ന പോലെ തന്നെയാണ് ഒരു വണ്ടി എടുക്കുന്നതാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പം നമ്മളൊരു വണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഒന്നാമത്തെ ടിപ്സ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ടിപ്സ് കറക്റ്റ് ഇത്രയും കാര്യങ്ങൾ, ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം പ്രയാസമാകും വണ്ടി എടുക്കാനും. അപ്പം ഒരു അക്ഷരം മാറിയാൽ മതി. ഒരു അക്ഷരത്തിൻ്റെ കൂടെ ഒരു വള്ളി എഴുതിയില്ലെങ്കിൽ നമുക്കൊരു മിസ്റ്റേക്കും പ്രയാസം ഉണ്ടാകും. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ക്രമത്തിന് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, മിറർ അഡ്ജസ്റ്റ് ചെയ്തു. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നമ്മൾ ഗിയർ, ഇത് കണ്ടോ, നമ്മൾ ഗിയർ ഇടുന്നത് നമ്മൾ ഈ അറ്റത്താണ് കേട്ടോ. ഫസ്റ്റ് ഗിയർ എവിടെ കിടക്കുന്നത്, ഇത് ഈ അറ്റത്ത് വന്നിട്ട് താഴോട്ട് കണ്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിലാണ്, എവിടെ കിടന്ന ഗിയറാണെങ്കിലും നമ്മൾ ന്യൂട്രൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സെൻറ്ററിൽ വരും. ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇടുന്നത് നമ്മൾ ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ഈ അറ്റത്തോട്ട് താഴോട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഈ മതിനെ ഉരച്ച് തന്നെ എന്ത് ചെയ്തു, ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ അറ്റത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ മതിലിനെ ഉരഞ്ഞു. ഈ മരത്തിനെ ഉരച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ടു. മനസ്സിലായി? നമ്മൾ ആദ്യം ഒരു നിന്ന വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇട്ട് എന്ത് ചെയ്യാവും, വണ്ടി എടുക്കുക. ഏത് കയറ്റമായാലും ഏതിറക്കമായാലും ഏത് നിരപ്പായാലും നമ്മൾ വണ്ടി എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇട്ട് തന്നെ എടുക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ടു. ഈ ഫസ്റ്റ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും വിടാനുണ്ടോ എന്ന് നോക്കുക. എന്താ വിടാനുള്ളത്? ഹാൻഡ് ബ്രേക്ക്. പലരും വണ്ടി എടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പം ഹാൻഡ് ബ്രേക്ക് വിട്ടിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് സാധാരണ മാനുവൽ വണ്ടിക്കൊക്കെ ഈ രണ്ട് സീറ്റിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ലിവർ കാണും. ഇതിനാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരെ മേപ്പോട്ട് പൊക്കുക. കാരണം ഇതൊരു പല്ലിൽ ഉടക്കി കിടക്കുകയാണ്. ഇപ്പം മേലോട്ടൊന്ന് പൊക്കി നമ്മൾ വലിച്ചുകൊണ്ട് മേലോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോകണ്ട. മേലോട്ടൊന്ന് പൊക്കി പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് ഞെക്കി പ്രസ് ചെയ്ത് നോക്കുക. കാരണം ഇത് പ്രസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അതും ആ പ്രസ് ആകുന്നുണ്ടെങ്കിൽ ആ പ്രസ് ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ നേരെ താപ്പോട്ടാക്കുക, എടുത്ത് വിടുക. ഇത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്, അത് ബ്രേക്കാണിത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എടുത്തു. ഈ ഹാൻഡ് ബ്രേക്ക് വിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്ത മിററിൽ നോക്കുക, വണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഏത് സൈഡിലായിരിക്കും ഒരു വണ്ടി റോഡിൽ കിടക്കുന്നത്? നമുക്ക് ലൈസൻസ് കിട്ടിയ സ്ഥലം ഏതാ? ലെഫ്റ്റ് സൈഡ് അല്ലേ? നമുക്ക് ലൈസൻസ് കിട്ടിയ സ്ഥലം ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ വണ്ടി എടുക്കുമ്പം നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് ആദ്യം എടുക്കുന്നതോ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് എടുക്കുന്നത്? നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുക്കുന്നത് അല്ലേ? നമ്മൾ ആ റോഡിലോട്ടാണ് നമ്മൾ കയറി. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുക വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആ റോഡിലോട്ടാണ് കയറേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഏത് മിററിൽ നോക്കണം? റൈറ്റ് സൈഡിലെ മിററിൽ. നമ്മളിപ്പം ഹാൻഡ് ബ്രേക്ക് നോക്കിയതിന് ശേഷം അപ്പം നമ്മുടെ കാൽ എവിടെ ഇരിക്കുക? വലത്തെ കാൽ എവിടെ ഇരിക്കുക? അത് എപ്പം വെച്ചതാ? നമ്മൾ കയറിയും വെച്ചു. ഇതുവരെ എങ്കിലും എടുത്തോ? ഇല്ല. ഇപ്പം നമ്മുടെ കാൽ എവിടെയൊക്കെയുണ്ട്? ക്ലച്ചിലും കാലുണ്ട്. ഇപ്പം ക്ലച്ചിന് കാല് മാറ്റി എന്ത് സംഭവിക്കും? ബ്രേക്കേ വെച്ചുകൊണ്ട് നമ്മൾ ക്ലച്ചിന് കാലെടുത്ത് എന്ത് സംഭവിക്കും? വണ്ടി ഓഫായി പോകും അല്ലേ? അപ്പം നമ്മളിപ്പം നമ്മുടെ രണ്ട് കാലും ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. ഇപ്പം നമ്മൾ ആ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്കിന് ആദ്യം കാല് മാറ്റി ക്ലച്ചിന്ന് മെല്ലെ കാലെടുക്കുക. മനസ്സിലായി പറഞ്ഞേ? അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ അതിൽ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്തിട്ട് നമ്മൾ ആ ബ്രേക്കിന്ന് കാല് മാറ്റി ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോൾ വെച്ചാൽ ബ്രേക്കിയ കാല്? സ്റ്റാർട്ടിങ്ങിൽ വെച്ചാണ്. എപ്പോഴാണ് എടുത്തത്? ഇപ്പം നമ്മളെല്ലാം സെറ്റ് റെഡിയായി പോകാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്? ആ ബ്രേക്കിന്ന് കാല് മാറ്റിയത്. അപ്പം ബ്രേക്കിന്ന് കാല് മാറ്റി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ രീതി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ നമുക്കൊരു ഇറക്കമായിരിക്കാം, ചിലപ്പോൾ ചെറിയൊരു ഇറക്കത്തായിരിക്കും നമ്മൾ വണ്ടി കിടക്കുന്നത്. ഇറക്കത്ത് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വണ്ടി ചിലപ്പോൾ ഉരുളാം. അപ്പം നിങ്ങൾക്ക് ഈ തുടക്കക്കാരായതുകൊണ്ട് എന്ത് ചെയ്യും? അറിയത്തില്ല വണ്ടി ഉരുണ്ട് പോകുന്നുണ്ടോ
വണ്ടി നടക്കുന്നത്. കാരണം കൊച്ചു പിള്ളേർക്ക് വീഴുമെന്നില്ലെന്ന് അറിയത്തില്ല നടക്കുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം അതൊന്ന് പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വണ്ടി കയറി ഇരുന്നിട്ട് നമ്മൾ ആദ്യം കയറി ഇരുന്നിട്ട് ബ്രേക്ക് കാല് ചവിട്ടണം, സ്റ്റിയറിംഗ് പിടിക്കണം. എന്നിട്ട് നമ്മുടെ ഇരിപ്പിനനുസരിച്ച് സീറ്റ് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചാര് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മള് ഗിയർ ന്യൂട്രലാണോന്ന് നോക്കുക. അതെങ്ങനെ ന്യൂട്രലാണെന്ന് നോക്കേണ്ടത്? അതായത് ഗിയർ മുന്നോട്ടും കിടക്കും, ഏറ്റവും താഴോട്ടും വന്നും കിടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് വേണം ഗിയർ തൊടാൻ? ക്ലച്ച് ചവിട്ടിയിട്ട് ന്യൂട്രലാണെന്ന് നോക്കുക. ഈ സെന്ററിലായിട്ട് വരുമ്പോഴാണ് ന്യൂട്രൽ. അതിനുശേഷം ന്യൂട്രലായതിനു ശേഷം നമുക്ക് ക്ലച്ച് ഒന്ന് കാലെടുക്കാം. അതിനുശേഷം നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കീ നമ്മള് ഫസ്റ്റ് ഇടണം. ഒന്ന് തിരിച്ചപ്പോൾ ലൈറ്റ് കത്തിയോ? ഇല്ല. അപ്പോൾ ഒന്നുകൂടെ തിരിച്ചേ. ഒന്നുകൂടെ തിരിച്ചപ്പോൾ എന്ത് ചെയ്തു? ലൈറ്റ് കത്തി. അപ്പോൾ ആ സൗണ്ട് മാറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ലൈറ്റ് കുറെ കെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യാവും? സ്റ്റാർട്ടാക്കാവും കേട്ടോ. ഇനി സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ വണ്ടി എന്ത് ചെയ്തു? സ്റ്റാർട്ടായി. ഈ സ്റ്റാർട്ടായതിനു ശേഷം എന്ത് ചെയ്യണം? മിറർ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? നമുക്ക് അനുകൂലമായിട്ട്. ഇതിപ്പോൾ കറക്റ്റ് അല്ലേ? അപ്പോൾ അതോ ഒരു സൈഡിലെ മിറർ കറക്റ്റ് ആക്കുക. അതിനുശേഷം നമ്മൾ ഗിയർ ഫസ്റ്റിൽ ഇടുക. ക്ലച്ച് ചവിട്ടിക്കൊണ്ടല്ലേ? ഗിയർ ഇടുമ്പോൾ ഫസ്റ്റിൽ ഇടുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ ഇടുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ടിക്കൊണ്ട് മാത്രമേ ഗിയർ ഇടൂ. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഇട്ടു. പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റി എടുത്തു വേണം. ഹാൻഡ് ബ്രേക്ക് വിട്ടു. അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. അത് വണ്ടി എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഗ്ലാസ്സിൽ നോക്കുക. നമ്മുടെ റൈറ്റ് സൈഡിലെ ഗ്ലാസ്സിൽ നോക്കുക. നമ്മുടെ റൈറ്റ് സൈഡിലെ ഗ്ലാസ്സിൽ നോക്കിയിട്ട് വണ്ടി ഒന്നും വരുന്നില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമേ വണ്ടി മുന്നോട്ട് എടുക്കാവൂ. എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റണം. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ചെറുതായി പേപ്പർ കനത്തിൽ മെല്ലെ കാലെടുക്കുക അല്ലേ? ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. എടുത്തേ, മെല്ലെ എടുത്തേ. അപ്പോൾ കറക്റ്റായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരാതെ എന്ത് ചെയ്യത്തില്ല, വണ്ടി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്ലാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരാതെ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വണ്ടിയും എടുക്കാനോ ഓടിക്കാനോ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പം എങ്ങനെ എടുക്കണം, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് വരാതെ നമുക്ക് ഒരു വണ്ടിയിൽ കയറി ഇരിക്കാനോ അല്ലാതെ നമുക്കൊരു വണ്ടി എടുക്കാനോ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഒരക്ഷരം പഠിക്കാൻ നമുക്ക് പേരെഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഈ വണ്ടി എടുക്കാതെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വണ്ടി എടുക്കുന്നത് വരെയുള്ളത്, അതുവരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.